അയ്യോ എന്റെ മുടിയിലാരെ പിടിച്ചു വലിച്ചോ. മുടി വിട്ട് എനിക്ക് കൊറിയർ കിട്ടിയട്ടോ. ഫുഡ് കഴിക്കാം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞപ്പാ നമ്മൾ എങ്ങോട്ടാ പോണേ? ഓണം ഷോപ്പിംഗ് ആണ് ഗൈസ്. അതെ, ഇന്ന് നമ്മൾ ഓണം പ്രമാണിച്ച് ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അച്ഛനും അമ്മക്കൊക്കെ ഡ്രസ്സ് എടുക്കണം, അതിനുവേണ്ടി നമ്മൾ പോവാണ്. ഞങ്ങൾക്ക് നേരത്തെ ഉള്ള ഇരിപ്പുണ്ട്, എന്നാലും ഇന്ന് ചിലപ്പോൾ പോകുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് എടുക്കുമായിരിക്കില്ലേ, അറിയില്ല ഗൈസ്. നമുക്ക് ചെന്ന് നോക്കാം. നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ തന്നെ പോകുന്നത്, ദൂരോട്ട് എങ്ങോട്ടും പോകുന്നില്ല. വലിയ വലിയ പ്ലാനൊക്കെ ചെയ്തിരുന്നതാണ്. പക്ഷെ കുഞ്ഞപ്പന് ചുമയാണ് ഗൈസ്. അപ്പൊ ആശുപത്രി കൂടി പോകണം. നാളെ അവന് സ്കൂളിൽ പരീക്ഷയാണ് കേട്ടോ, ഫസ്റ്റ് എക്സാം തുടങ്ങുകയാണ്. അതുകൊണ്ട് നമ്മൾ ദൂരോട്ട് എങ്ങോട്ടും പോകുന്നില്ല. എന്നാലും കുഞ്ഞപ്പനൊരു സർപ്രൈസ് കൂടി ഉണ്ട് കേട്ടോ. കുഞ്ഞപ്പൻ കുറെ നാളായി ഒരു കാര്യം പറയുന്നു, ഞങ്ങളത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് കുഞ്ഞപ്പനൊരു സർപ്രൈസ് കൂടി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ സമയം പോയി, നമുക്ക് വേഗം പോവാം. ബാ ആദ്യം നമ്മൾ പോയത് അടുത്തുള്ള ആശുപത്രിയിലേക്കാണ്. അതാണല്ലോ അത്യാവശ്യം. അവിടെ അമ്മമാരും കുഞ്ഞുങ്ങളും ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഈ പനിയും ചുമയൊക്കെയാണ്, കാലാവസ്ഥയുടെ ഒക്കെ ഇരിക്കും. ഇപ്പോഴത്തെ ചുമയൊക്കെ വന്നാൽ കുറേ ദിവസം നിൽക്കുമല്ലോ. അച്ഛൻ നോക്കിക്കേ, കാറിൽ ദൂരെ ഞങ്ങളെ നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടും മാത്രമേ ആശുപത്രിയിലേക്ക് വന്നുള്ളൂ. അങ്ങനെ ഡോക്ടറൊക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് അച്ഛടുത്തെത്തി. ശരിക്കും നമ്മളുണ്ടല്ലോ ഫോർട്ട് കൊച്ചിയിൽ എറണാകുളത്ത് അവിടെ എവിടെയെങ്കിലും പോകാൻ, ബ്രോഡ്വേ പോകാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്താണ് ഗൈസ്. അവിടെ നിന്ന് എവിടെയെങ്കിലും ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചത്. എൻ്റെ കോലം. പക്ഷേ നാളെ കുഞ്ഞപ്പൻ എക്സാം തുടങ്ങുന്നത് കൊണ്ടും ഇന്ന് അവിടെ പോയി തിരിച്ചു വന്നാൽ ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പൊ അങ്ങോട്ടൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എത്തത്തില്ല, നല്ല ബ്ലോക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ പോവാന്ന് അതുകൊണ്ടാണ് വിചാരിച്ചത്. ഓ, അമല പബ്ലിക് സ്കൂൾ. അവന്റെ സ്കൂള് കണ്ടിട്ട് കിടന്ന് അമല പബ്ലിക് സ്കൂൾ എന്ന് പറയാണ് ഗൈസ്. കാണിച്ചു തരാം കുഞ്ഞപ്പന്റെ. ഇതാണ് കേട്ടോ കുഞ്ഞപ്പന്റെ സ്കൂള്. ആ ഫ്രണ്ടിലത്തെ ക്ലാസ് തന്നെ അവന്റെ ക്ലാസ് ആണ്. നമ്മള് ഗേറ്റ് കിടന്ന് ആദ്യം ചെല്ലുമ്പോ തന്നെ കുഞ്ഞപ്പന്റെ ക്ലാസ് ആണ്. അവനാണെങ്കിൽ കൃഷ്ണന്റെ ഓടക്കുഴൽ വേണമെന്നും പറഞ്ഞിരിക്കുകയാണ്. നിനക്ക് എന്തിനാണ് ഇപ്പൊ കൃഷ്ണന്റെ ഓടക്കുഴല്? ഊതിക്കളിക്കാനാ ഗൈസ്. കുഞ്ഞപ്പന് ഈ 5-ാം തീയതി പരീക്ഷ തുടങ്ങിയിട്ട് 11-ാം തീയതി ആകുമ്പോഴത്തേക്കും ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പൊ മറ്റേ നമ്മുടെ വാമനന്റെ വേഷമൊക്കെ കെട്ടണം കുഞ്ഞപ്പന്. അതാണ് മത്സരം. വാമനല്ല, മഹാബലി അല്ലേ? മഹാബലിയായിട്ട് വേഷം കെട്ടണം. മാവേലി മന്നൻ എന്നാണ് പറയണത്. അപ്പൊ മാവേലി മന്നന്റെ വേഷമൊക്കെ കെട്ടണം. അപ്പൊ അതിനുള്ള ഡ്രസ്സ് മേടിക്കണമായിരുന്നു. നമ്മള് വാടകയ്ക്ക് എടുക്കാന്നാ വിചാരിച്ചത്. മാവേലി മറ്റേ ഓണപ്പാട്ട് പഠിക്കണം. ഓണപ്പാട്ട് പഠിച്ചിട്ടില്ലല്ലോ കുഞ്ഞെ? ഓണപ്പാട്ട് പഠിക്കും ഗായ്സ്. അപ്പൊ നമ്മള് എരമല്ലൂർ എത്തിയിട്ടുണ്ട്. എന്റെ മുടിയൊക്കെ പറന്ന് ഈ ഒരു പരിവായി. കുഞ്ഞപ്പന് നല്ലോണം ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നല്ലോണം ദാഹിക്കുന്നുണ്ട്. നമ്മളിനി ഡ്രസ്സ് എടുക്കാൻ കടയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എത്ര നേരം കഴിഞ്ഞ് ഇറങ്ങണം, നല്ല തിരക്കൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് നമുക്ക് പോവാം, അല്ലേ പറഞ്ഞ? അവനെ ഇറങ്ങി പറയണതിന് മുമ്പേ ആശാന ഇറങ്ങി. അച്ചായും കൂടി വരട്ടെ, കാർ പാർക്ക് ചെയ്തിട്ട് വന്നിട്ട് കയറാന്ന് പറഞ്ഞിട്ട് കുഞ്ഞപ്പൻ ദേവ് ഒരുമാതിരി സ്റ്റെപ്പൊക്കെ ഇട്ട് തുള്ളി പോവാണ് കേട്ടോ. അവിടെ ചെന്ന് ബാമി നമുക്ക് കയറാന്ന് പറഞ്ഞിരിക്കുകയാണ്. അകത്തേക്ക് കയറിയപ്പോൾ കുഞ്ഞപ്പനേക്കാളും ഞെട്ടിയത് ഞാനാണ് ഗേസ്. നിറയെ ഡയറി മിൽക്ക്. അതിങ്ങനെ വൈറ്റ് ടേബിളിൽ നിറയെ ഡയറി മിൽക്ക് ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നൂലേ? നോക്കിയപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ വേറെ പല ടൈപ്പ് ഡയറി മിൽക്ക് ആ ചേട്ടൻ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഓർത്ത് കുഞ്ഞപ്പൻ ഓടി വന്ന് അതെല്ലാം പിറക്കി എടുത്തോണ്ട് ഓടുമെന്ന്. പക്ഷെ അത് കണ്ടിട്ട് ആൾ വലിയ മൈൻഡൊന്നും കൊടുത്തില്ലേ. അങ്ങനെ ഞങ്ങൾ ഇതേ കയറിയിരുന്നു. ഇതേ മെനു കാർഡ് കൊണ്ടുവന്ന് തന്നിട്ട് തിരിച്ചോ മറിച്ചൊക്കെ മെനു നോക്കുകയാണ്. വെറുതെ ചുമ്മാ ഒരു രസം. എന്ത് കഴിക്കാൻ പോകണം, എന്താണ് കുടിക്കാൻ പോകണമെന്നൊക്കെ നമുക്ക് നേരത്തെ അറിയാം. എന്നാലും മെനു കാർഡ് നോക്കുമ്പോൾ ഒരു സുഖമല്ലേ? എനിക്ക് എന്താണെന്ന് അറിയില്ല, രാവിലെ മുതൽ നല്ല തലവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചൂട് കോഫിയാണ് പറഞ്ഞത്. എവിടെ പോയാലും ഞാനിപ്പോൾ കോഫി കുടിക്കുള്ളൂ ഗൈസ്. അപ്പോൾ അച്ഛനും മോനും കൂടി ലൈമാണ് പറഞ്ഞത്. കുഞ്ഞപ്പന് ചുമയായതുകൊണ്ട് ഒട്ടും തണുപ്പില്ലാത്ത സാധാരണ ഒരു ലൈമാണ് അവൻ വാങ്ങിച്ചത്. അപ്പോൾ അച്ചായി ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇതേ നോക്കി, ഇതിൻ്റെ പേരാണ് ബോംബെ സമൂസ. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒട്ടും തന്നെ ഇഷ്ടമല്ല ഗൈസ്. ആ ചേട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞപ്പനൊരു പഴംപൊരിയും പിന്നെ എനിക്ക് എന്തായിരുന്നു ഒരു മീറ്റ് റോളുമാണ് പറഞ്ഞത്. നല്ല ചൂടുണ്ടായിരുന്നു, എൻ്റെ നാക്ക് പൊള്ളിപ്പോയി. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ചൂടോടെ ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാലേ ഉള്ളൊരു തൃപ്തിയാവും. കുഞ്ഞപ്പൻ ഡയറി മിൽക്ക് മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ, അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ചെന്നപ്പോൾ തന്നെ അവനൊരു ജെംസ് ബോൾ കൈക്കലാക്കി, ഒരു വലിയ ബോളാണ്. അതിൻ്റെ അത് പസിൽസ് ഉണ്ടമ്മേ, അത് നമുക്ക് ബുദ്ധി ഉണ്ടാവും പസിൽസ്. പിന്നെ എന്താ മിഠായികളൊക്കെ ഉണ്ട്. ഇതാണ് എന്തൊക്കെയോ പറഞ്ഞ് വാങ്ങിച്ചാണ് കേട്ടോ. അവസാനം അവൻ ചെയ്തിട്ടൊന്ന് ശരിയാവാഞ്ഞിട്ട് ഞാനും ചേട്ടനും കുത്തിയിരുന്ന് അത് റെഡിയാക്കേണ്ടി വന്നു ആ പസിൽസ്. അങ്ങനെ അവന് സ്കൂളിൽ കൊണ്ടുപോകാൻ കുറച്ച് ടിഫിനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ആ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി. ആദ്യം അമ്മയ്ക്കൊരു സാരി എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കടയിലേക്ക് കയറിയപ്പോൾ തന്നെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കേട്ടോ പോയത്. ചെന്നപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല. ഒട്ടും തന്നെ തിരക്കൂല, ആളുമില്ല, ആരുമില്ല ഗേസ്. കാരണം ഓണത്തിന് ഇനിയും ദിവസങ്ങളുണ്ടായിരുന്നല്ലോ. നമ്മൾ നേരത്തെ പോയത് കൊണ്ടായിരിക്കും. അതുമല്ല നമ്മളൊരു ഉച്ച ടൈം, രാവിലെ ടൈം ആ ഒരു സമയത്തല്ലേ പോയത്. വൈകുന്നേരമൊക്കെ ആയിരിക്കും കൂടുതൽ തിരക്ക്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എല്ലാം സെലക്ട് ചെയ്ത് വാങ്ങിക്കാനൊക്കെ പറ്റി. കുഞ്ഞപ്പനാണെങ്കിൽ ആ വൈറ്റ് ടേബിൾ കണ്ടിട്ട് ഭയങ്കര
ഇഷ്ടമാണ് കേട്ടോ. അവനാണെങ്കിൽ ആ ബേക്കറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 10 രൂപയുടെ ഒരു മാംഗോയും കൊണ്ടാണ് ഇറങ്ങിയത്. അമ്മ എനിക്ക് ദാഹിച്ചാലോ, തുണി ഡ്രസ്സൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ദാഹിച്ചാലോ, അതിനിടയ്ക്ക് കുടിക്കാനാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സോപ്പിട്ട് അങ്ങനെ അതും വാങ്ങിച്ചു കേട്ടോ. സാരി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് സാരിയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഈ സാരിയെ പറ്റിയൊന്നും വലിയ വിവരമില്ല ഗേസ്. അധികം ഞാൻ സാരി ഉടുക്കാറില്ലല്ലോ. അതുകൊണ്ട് ഏത് സാരി എടുക്കും, അമ്മയ്ക്ക് ഏത് ഇഷ്ടപ്പെടും, അമ്മയ്ക്ക് ഏത് ടൈപ്പ് സാരിയാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എന്താ പെട്ടെന്ന് അങ്ങോട്ട് എടുക്കാൻ തോന്നുന്നില്ല. എല്ലാം ഒന്ന് നോക്കി അങ്ങനെയൊക്കെ എടുക്കാനാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തോ ബ്രൊക്കേഡ് സാരിയാണെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും വിലയും എല്ലാത്തിൻ്റെയും ക്വാളിറ്റി ഡിസൈൻ എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. എനിക്ക് ചേട്ടനും കൂടെ സെലക്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് കുറച്ചുകൂടി സന്തോഷം. എന്നെക്കാളും നല്ല ഇതായിട്ട് ചേട്ടൻ സെലക്ട് ചെയ്യും. പക്ഷേ ഒരാൾ കുഞ്ഞപ്പനെ നോക്കാൻ നിൽക്കേണ്ടതുകൊണ്ട് തന്നെ ചേട്ടൻ കുഞ്ഞപ്പൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കില്ല. അവന് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചേച്ചി നമ്മുടെ കൂടെ തന്നെ നടക്കും. നമുക്ക് വേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ തന്നെ നടക്കും. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സാരിയൊക്കെ എടുത്ത് നോക്കുകയാണ്. അങ്ങനെ കോട്ടൺ സാരിയുടെ സെക്ഷനിലെത്തി. കോട്ടൺ സാരി തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, യെല്ലോയിലൊരു സിൽവർ ബോർഡറും കാര്യങ്ങളൊക്കെ വരുന്നത്, കോപ്പർ വരുന്നതുണ്ട്, സിൽവർ വരുന്നുണ്ട്. അവസാനം ഞാൻ കോപ്പർ വരുന്നതാണ് കേട്ടോ അമ്മയ്ക്ക് എടുത്തത്. ഈ ഒരു ബ്ലൂ സാരി കണ്ടില്ലേ, ലൈറ്റ് ബ്ലൂ വിത്ത് കോപ്പർ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വേറെ കുറച്ചൊക്കെ ഞാൻ നോക്കി, ഒരു 5-6 സാരി ഞാൻ നോക്കി. കൂടുതൽ ആ ചേച്ചിനെ കൊണ്ട് എടുത്ത് ഇടിയിപ്പിച്ചില്ല. ആ മുകളിൽ കിടക്കുന്ന സാരികൾ മാത്രമേ ഞാൻ ഇടിയിപ്പിച്ചുള്ളൂ. താഴെ കിടക്കുന്നതൊക്കെ വേറെ ആരോ വന്ന് നോക്കിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ബ്ലൂ സാരിയാണ് എടുത്തത്. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് സാരി എടുത്ത് കഴിഞ്ഞു ഗൈസ്. അധികം നേരമൊന്നും വേണ്ടി വന്നില്ല, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഡബിൾ കളറുള്ള സെറ്റ് സാരിയൊക്കെ ഞാൻ കണ്ടു. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ, ഇതേ നോക്കിക്ക് ഡബിൾ കളർ വരുന്നൊരു പിങ്ക് വരുന്ന സെറ്റ് സാരി. കുഞ്ഞപ്പനാണെങ്കിൽ അവിടെ ലെഹങ്കയുടെ ഒരു ഗോലി കണ്ടില്ലേ, അവൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഗോലിയാണത്. ഗോലി സോഡയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഗോലിയാണ്. അതിട്ട് കളിയാണ് കേട്ടോ അവിടെ നടന്ന്. അതുപോലെ ആ ലെഹങ്കയുടെ മുത്തെല്ലാം അവിടെ പൊഴിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ആ മുത്തെല്ലാം അവിടെ നിന്ന് ഓരോന്നായിട്ട് പിറക്കി വെച്ച് കൂട്ടി വെച്ച് കളിയാണ് കേട്ടോ. അപ്പം അച്ഛനും മോനും കൂടി ഒരു മൂലയിൽ പോയിരിക്കുകയാണ്. ഞാൻ അപ്പുറത്തെ സാരിയും കാര്യങ്ങളും സെലക്ട് ചെയ്തു. അവസാനം ചേട്ടനെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് ഫൈനലായിട്ട് ചേട്ടനും ഇഷ്ടപ്പെട്ടത് തന്നെയാണ് കേട്ടോ എടുത്തത്, ആ ബ്ലൂ കളർ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നേരെ കുഞ്ഞപ്പനെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വേറെ കിഡ്സ് സെക്ഷനിലേക്ക് പോകണം. അച്ഛൻ എടുക്കാൻ വേണ്ടി മെൻസ് സെക്ഷനിലേക്കൊക്കെ പോകണം. കുഞ്ഞപ്പനാണെങ്കിൽ വരുന്നേ ഇല്ല. അമ്മ ഞാൻ ഇവിടെ ഇരുന്നോളാം, ഞാൻ ഇവിടെ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അവൻ ആ വൈറ്റ് ടേബിൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അമ്മയുടെ സാരിയുടെ അതേ കളർ വരുന്നത് തന്നെ അച്ഛൻ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്ന് നിന്ന് കുറച്ച് നോക്കി. അപ്പോൾ അതേ കളർ കിട്ടുന്നില്ലായിരുന്നു, അതേ സൈസൊന്നും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ നോക്കി കണ്ടുപിടിച്ചെടുത്തു ഗൈസ്, ലൈറ്റ് ബ്ലൂ കളർ. അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കളറ്. വീട്ടിൽ വന്ന് അച്ഛനും അമ്മയും ഇത് കാണുന്നതും അവരുടെ ഒരു റിയാക്ഷനൊക്കെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ വീഡിയോയിൽ അങ്ങനെ വരില്ല ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ അച്ഛനും ഷർട്ടും വാങ്ങിച്ചു വളരെ സന്തോഷത്തോടെ. എനിക്ക് എന്താ ഇത്ര സന്തോഷം വന്നോ, ഞാൻ നോക്കി കണ്ടുപിടിച്ചതാണ് ഈ ഷർട്ട്. ഈ കളർ തന്നെ വേണമെന്ന് എനിക്കുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അച്ഛനും അമ്മക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരേ കളറിൽ ഇട്ടുകൊണ്ട് പോകാമല്ലോ. നോക്കുമ്പോൾ ഈ കുഞ്ഞപ്പനാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുമായിട്ടൊക്കെ കമ്പനി അടിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്നൊരു പേപ്പർ വാങ്ങിച്ച് അവിടെ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം ഞാൻ ഇതെല്ലാം വാങ്ങിച്ച് അടുത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ഇവന് ഈ എഴുതി വെച്ചിരിക്കുന്നു, പടം വരച്ച് വെച്ചിരിക്കുന്നു, ABCD എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ആ ചേട്ടന്മാരാണെങ്കിൽ അതെല്ലാം അവൻ നേരത്തെ എഴുതി കാണിച്ചു, അവൻ ഇതെഴുതി കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ചേട്ടാ എനിക്ക് ഇനിയും പേപ്പർ വേണം, എനിക്ക് ഒരു പേപ്പറും കൂടി വേണമെന്നൊക്കെ പറഞ്ഞ് അവരവസാനം പേപ്പറും പേനയൊക്കെ ഇവന് കൊടുത്തു വിട്ടു. ഇവനാണെങ്കിൽ അവിടെ നിന്ന് വരുന്നില്ല. നിങ്ങൾ നോക്കിക്കോ, അമ്മയും അച്ഛനും പോയി ഡ്രസ്സൊക്കെ നോക്കിക്കോ, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട്. ആ അവസാനം കുഞ്ഞപ്പൻ്റെ കിഡ്സ് വെയറിൽ ചെന്നിട്ട് അവന് 2 ഷർട്ട് നല്ല രസമല്ലേ. അപ്പോൾ ഈ വലിയ ആൾക്കാരെക്കാളും ഷർട്ടിനൊക്കെ വില കൂടുതലാണ് കേട്ടോ, പിള്ളേരുടെ ഷർട്ടിനൊക്കെ. അപ്പോൾ അവനാണെങ്കിൽ ഗോലി സോഡ വെച്ചിട്ട് ആ സെക്ഷനിൽ നിൽക്കുന്ന മറ്റുള്ള സ്റ്റാഫിനെ കമ്പനി അടിച്ചിട്ട് നല്ല കരച്ചിലായിരുന്നു. അമ്മ എനിക്ക് അവരുടെ കൂടെ ഒന്ന് കളിക്കണം, ആ ചേട്ടന്മാരുടെ കൂടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അതേ നോക്കിക്കേ, വെറൈറ്റി സ്റ്റെപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് ഷർട്ടൊക്കെ ഇടുന്നത്. ചേട്ടാ ഉരുട്ടിത്തായേട്ടാ, ഗോലി സോഡ ഇങ്ങോട്ട് ഉരുട്ട്, ഞാൻ ഉരുട്ടാന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ അവിടെ കിടന്ന് ഒച്ചയെടുക്കുന്നത്. ചേട്ടൻ്റെ അനിയനും കൂടി ഉണ്ട്, അവന് ഞങ്ങൾ നേരത്തെ എടുത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവനാണ് ആദ്യം എടുത്തത്. അപ്പം എനിക്കും ചേട്ടനും എടുത്തില്ല, ബാക്കി കുഞ്ഞപ്പനും അച്ഛനും അമ്മയ്ക്കും എടുത്ത്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്താണ് ഒരു സംഭവം കാണുന്നത്. ഞാനിവിടെ കൂടി നടക്കുമ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കണേ എൻ്റെ സൗണ്ട് ഇത് എവിടുന്നാ കേൾക്കണമെന്ന്. നോക്കുമ്പോൾ ഒരാൾ സോഫയിൽ ഇരുന്ന് നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ്. ഇടകളാ, കുഞ്ഞിൻ്റെ പേരെന്താ? എയ്തൻ എന്നാണ് കേട്ടോ മോൻ്റെ പേര്. വീഡിയോ ഒന്ന് കാണിച്ച്. എന്ത് മാറിപ്പോയോ? അയ്യോ, ഞാൻ എവിടെയോ പിടിച്ച് നിൽക്കും. നീ ഏത് വീഡിയോയാണ് കണ്ടോണ്ടിരുന്നത്? ആഡ് വന്നു. ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മൾ കിഡ്സ് ക്യാപിറ്റോളിൽ പോയില്ലേ, തൃപ്പൂണിത്തറയിൽ കുഞ്ഞപ്പനെ ഒരു ടോയ്സിൻ്റെ കളിക്കുന്ന ഗെയിമൊക്കെ കളിപ്പിക്കാൻ. അവൻ അതിരുന്ന് കാണുവാണ് കേട്ടോ. കണ്ടോ, പിള്ളേർക്ക് അതായിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം, അങ്ങനത്തെ വീഡിയോ ആയിരിക്കുമല്ലോ. കൊച്ചു കാണാറുണ്ടോ വീഡിയോ? കുഞ്ഞപ്പൻ്റെ വീഡിയോ കാണാറുണ്ടോ?
സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? നോക്കട്ടെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇത് കണ്ട പെമ്പിള്ളേർക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാണ്ടിരിക്കും. പക്ഷെ 200 214 ഇതിന് 249 214 ഗൈസ്. ഈ കമ്മൽ എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാല്ലേ? അങ്ങനെ ഞാൻ 2 കമ്മൽ വാങ്ങിച്ചു ഗൈസ്. ആ കമ്മലല്ല കേട്ടോ, വേറെ 2 കമ്മലാണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അപ്പോൾ ഗൈസ് ഷോപ്പിംഗ് കഴിഞ്ഞു ഗൈസ്. ഡ്രസ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ട് ആർക്കൊക്കെ എന്തൊക്കെ എടുത്തതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾക്ക് നേരത്തെ എടുത്ത് വെച്ചത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്കും ചേട്ടനും. ആ ഡ്രസ്സൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉച്ചയായി, കുഞ്ഞപ്പനെ വിശക്കുന്നു പറയുന്നു. എന്തെങ്കിലും കഴിക്കട്ടെ. ലെറ്റ്സ് ഗോ. പൂവേ പൂവേ പൊലി പൂവേ പൂക്കളമിട്ടല്ലോ മാവേലി വന്നല്ലോ, പൂക്കളമിട്ടല്ലോ മാവേലി വന്നല്ലോ. ഫുഡ് കഴിക്കാം, ഫുഡ് കഴിക്കാൻ പറയോ. ഗായ്സ്, എനിക്ക് വട്ടാണെന്ന് വിചാരിക്കല്ലേ, ശരിക്കുള്ള ഞാൻ അതാണ്. ഞാനും കുഞ്ഞപ്പനും കൂടിയുള്ള സമയത്ത് ഞങ്ങൾ ഇതുപോലെയാണ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കണ്ട ചിക്കൻ്റെ മല കണ്ടില്ലേ ഗെയ്സ്? നമ്മൾ തൊട്ടടുത്ത ഹോട്ടലിലേക്ക് പോയതാണ്. നല്ല ചൂടുള്ള വെള്ളം ഉണ്ടായിരുന്നു. എനിക്ക് ചൂട് വെള്ളം കാണുമ്പോൾ, ചൂട് ചായ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പച്ചായി ആണെങ്കിൽ ഇവിടെ പോയാലും ബിരിയാണി വിട്ടൊരു രക്ഷയില്ല. അവിടെ ആണെങ്കിൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റാണ്. പിന്നെ അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനാണെങ്കിൽ അച്ഛനെ കളിയാക്കി, എന്താണ് ഇവിടെ പോയാലും ബിരിയാണി, കുറച്ച് വെറൈറ്റി വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പത്തിരിയും ബീഫ് കറി ഓർഡർ ചെയ്ത് കേട്ടോ. പത്തിരി വന്നു കഴിഞ്ഞപ്പോൾ 2-3 കുഞ്ഞപ്പന് ഇട്ട് കൊടുത്തു, 2 പത്തിരി ഞാനും എടുത്തു. എൻ്റെ പൊന്നെ, കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ഗൈസ് മര്യാദക്ക് ബിരിയാണി തന്നെ മതിയായിരുന്നെന്ന് തോന്നിയത്. കാരണം എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഈ ബീഫ് കറിയൊന്നും. എനിക്കിത് ഞാൻ ആദ്യം ആ ഒരു സ്പൂൺ എടുത്തിട്ടില്ലേ, അത് മാത്രമേ ഞാൻ കഴിച്ചോളൂ. എനിക്ക് വേറെ കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. എനിക്കിത് സന്തോഷം കൂടി, എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പിന്നെ വിശപ്പ് കിട്ടുപോയി. അതാണ് സംഭവിച്ചത്. അങ്ങനെ കുഞ്ഞപ്പനും മാറിക്കൊടുത്തു, ഞാനും കഴിച്ചു. ഞങ്ങൾ വയറ് നിറച്ച് സന്തോഷത്തോടെ കഴിച്ചു. അച്ഛാ ഇത്തിരി ബിരിയാണി നേരത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോഴാണെങ്കിൽ എനിക്ക് കുറ്റബോധം കൊണ്ട് പോയി. നല്ല ഒന്നാന്തരം ബിരിയാണി, മര്യാദക്ക് ബിരിയാണി വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്കും തോന്നി ഗൈസ്. ഈ ഒരു കുറ്റബോധം തോന്നാതിരിക്കാനാണ് അച്ഛാ ആദ്യമേ ബുദ്ധിപൂർവ്വം ബിരിയാണി തന്നെ വാങ്ങിച്ചത്. അങ്ങനെ ഒരു ബീഫ് കറി പാഴ്സൽ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് കുഞ്ഞപ്പനെ ടോയുടെ കാര്യം ഓർത്തത്. കുറച്ച് നാളായി കുഞ്ഞപ്പൻ അങ്ങനെ ടോയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട്. അപ്പോൾ തൊട്ടടുത്തൊരു കടയിൽ കയറി അവിടെ നിന്ന് പെൻസിലും ക്രയോൺസും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അവന്. വാങ്ങിച്ചു കൂട്ടത്തി അവിടുത്തെ കാറിൻ്റെ കളക്ഷനൊക്കെ കണ്ടപ്പോൾ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് അവൻ ഏത് കാറാണ് എടുത്തതെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ അവിടെ നിന്ന് അത് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് അവനെ അവിടെ നിന്ന് ഇറങ്ങി. ആ ഓടിച്ച് കളിക്കണ കാറ് കണ്ടില്ലേ, അത് തന്നെ. അയ്യോ 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 അയ്യോടാ അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞില്ലേ. ആ നോക്കിക്കേ ഗൈസ്, അത് ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോ എന്റെ ദൈവമേ അച്ഛേ പതുക്കെ പോണേ അമ്മേന്. കാറൊക്കെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാണ്ടാണ് വന്നത്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ടോയ് ഷോപ്പിൽ കയറിയായിരുന്നു കേട്ടോ. ടോയ് ഷോപ്പിൽ കയറിയിട്ട് കുഞ്ഞപ്പന് ഞാൻ നല്ലൊരു ഗിഫ്റ്റ് മേടിക്കാം, നല്ലൊരു കാർ മേടിക്കാന്നൊക്കെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. പല കാറും പല സാധനങ്ങളും എടുത്ത് കാണിച്ചിട്ട് അവൻ അതൊന്നും വേണ്ട ഗൈസ്. നോക്കിക്കേ, അവൻ അത്രയും കൂട്ടത്തിൽ നിന്ന് വാശി പിടിച്ചമ്മ എനിക്ക് ഇത് മതി എന്ന് പറയും. ഈ ഒരു കുഞ്ഞി കാറാണ് അവൻ സെലക്ട് ചെയ്തത്. ഇത് മറ്റേ മെറ്റലിന്റെ കാറാണ് കേട്ടോ. ഇതിന് 120 രൂപയാണ് ഈ മെറ്റൽ കാറിന്. നല്ല നല്ല ക്വാളിറ്റിയുള്ള കാറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആമ്പിളേർക്ക്, ഞാൻ കുഞ്ഞു ആമ്പിളേരൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കുഞ്ഞു കാറാണോ ഇഷ്ടം? ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ചെറിയ കാറ്. ഇതിനേക്കാളും കുറച്ചുകൂടി വലിയ കാറുണ്ടായിരുന്നു, ഒരു നെക്കുമ്പോ തുറക്കുന്ന റോബോട്ടിനെ പോലെ. ഇതിനേക്കാളും കുറച്ച് വിലയും ഉണ്ട് അതിന്. അയ്യോ, പോസ്റ്റ് ഓഫീസിൽ കയറിയില്ല. ഭാഗ്യം ഗൈസ്, ഒന്ന് പോസ്റ്റ് ഓഫീസ് വരെ പോകണം. എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്, അത് വാങ്ങിക്കണം. നമ്മളവിടെ തുണിക്കടയിൽ നിന്നപ്പോൾ ആ ചേച്ചി വിളിച്ച് പറഞ്ഞാണ് കൊറിയർ വന്നിട്ടുണ്ടെന്ന്. ഞാൻ ഓടിപ്പോയത് വാങ്ങിച്ചോണ്ട് വരട്ടെ. നമ്മുടെ കൊറിയർ ഓഫീസ് ഇതിവിടെയാണ് കേട്ടോ, കാണിച്ചുതരാം. ദിസ് ഈസ് അവർ കൊറിയർ ഓഫീസ്. എനിക്ക് കൊറിയർ കിട്ടി കേട്ടോ. കുഞ്ഞപ്പനല്ല ഇത് എനിക്കാണെന്ന് അറിഞ്ഞ അവന്റെ എക്സ്പ്രഷൻ എനിക്ക് എന്താണെന്ന് അറിയില്ല. കുഞ്ഞപ്പോയ് കൊറിയർ വന്ന്. അല്ല മോനെ, ഇത് അമ്മയ്ക്കാടി. ഓക്കെ, സന്തോഷായോ? ദൈവമേ, ആദ്യമായിട്ടാണ് ഇടാവോ കൊറേ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പറയണത്. എന്ത് പറ്റി? ഇല്ലടാ അമ്മേ, കാലകത്തോട്ട് വെക്ക, അല്ലെങ്കിൽ അച്ഛൻ കാർ എടുക്കുന്നു. കുഞ്ഞിനും പുതിയ ഉടുപ്പ് മേടിച്ചില്ലേ നമ്മളിപ്പോ? പൊന്നെ, ഷർട്ടും മുണ്ടും വാങ്ങിച്ചേ. പൊളിക്കല്ലേ ഓണത്തിന്? അതെ ഗൈസ്, അപ്പൊ കുഞ്ഞപ്പന് ഷർട്ടും മുണ്ടും ഒക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾ വീഡിയോയിൽ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്റെ കൊറിയർ ഉണ്ട്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് പൊട്ടിച്ചിട്ട് എന്റെ വീഡിയോ ഇടാം കേട്ടോ. ഇവിടുന്ന് മൈൻഡ് പറഞ്ഞല്ല. അയ്യോ, എന്റെ മുടിയിൽ ആരെ പിടിച്ചു വലിച്ച? മുടി വിട്ടടാ, നീ അല്ലേ? അയ്യോ, ഞാനോർത്ത് ഇവനാണെന്ന്. സോറി ഗൈസ്, ഞാനോർത്ത് ഇവൻ പുറകിൽ കൂടി കൈയിട്ടിട്ട് പിടിച്ച് വലിച്ചതാന്നാണ് ഞാൻ ഓർത്തത്. അപ്പൊ ഗൈസ്, നമ്മുടെ ഒരു വ്ളോഗ്, ഓണം ഷോപ്പിംഗ് വ്ളോഗ് ഇതോടുകൂടി നിർത്താൻ പോവാണ് കേട്ടോ. കുഞ്ഞപ്പന് നാളെ എക്സാം ആണ്. അപ്പൊ കുറച്ചു നേരം വീട്ടിൽ പോയിരുന്നിട്ട് പഠിപ്പിക്കണം, വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം, കുറെ പണിയൊക്കെ ഉണ്ട് വീട്ടിൽ ചെന്നിട്ട്. ടാറ്റാ ബൈ ബൈ, സീ യു ബൈ.